उड़ान संख्या AI 3416 से ले की यात्रा कर रहे हैं। ഹായ് ഫ്രണ്ട്സ്, सभी से निवेदन है कृपया तो आप चार के ഞാൻ प्रस्थान करें। ചെറിയൊരു आपके सुखद यात्रा की വിഷയം कामना करते हैं। നിങ്ങളോട് സൂചിപ്പിക്കാനുണ്ട്. അതായത് നിങ്ങൾ യാത്ര ചെയ്യണവരാണെങ്കിലോ അല്ലെങ്കിലും നമുക്ക് കുറച്ച് നമ്മുടെ കയ്യിൽ കരുതിയിരിക്കേണ്ട ചില സാധനങ്ങളുണ്ടല്ലോ. ആധാർ കാർഡ്, പാൻ കാർഡ്, Good morning, ladies and ID കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്. ഇല്ല, ID വിഷയമല്ല, ID നമുക്ക് വീട്ടിൽ വെച്ചെടുത്താൽ മതി. ഈ പ്രധാന കാര്യങ്ങൾ ഒന്നെന്താണ്? ആധാർ കാർഡ്, പാൻ കാർഡ്, പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ്. കാരണം അത്യാവശ്യം വണ്ടി ഓടിക്കണമെങ്കിലും ലൈസൻസ് വേണം. ഇതാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ, അതായത് ഞാനിപ്പോൾ ഒരു വർക്കൗട്ട് ബന്ധപ്പെട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ ഈ യാത്രയിനിടയിൽ എനിക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടത്. അതായത് ഇന്നലെ ഞാൻ താമസിച്ച ഹോട്ടലിൽ വന്നിട്ട് ഞാൻ എൻ്റെ ആധാർ കാർഡ് കൊടുത്തിട്ട് ഞാൻ തിരിച്ചു വാങ്ങാൻ മറന്നതോ അതോ കുട്ടി തിരിച്ചു തന്നിട്ട് എൻ്റെ ഇന്നലെ രാത്രി മിസ്സായതോണെന്നും അറിയില്ല. എന്തായാലും ഞാൻ പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ പേഴ്സിൽ വാങ്ങിച്ച് കോമൺ ആയിട്ട് നമ്മൾ സൈഡിൽ സൂക്ഷിച്ച് വെക്കാതെ ജനറലായിട്ട് വെക്കുമ്പോൾ ക്യാഷോ എന്തെങ്കിലും എടുത്തപ്പോഴത്തേക്കും പുറത്ത് പോയിരിക്കുക. അതിനായിരിക്കും സാധ്യത. കാരണം കുട്ടി തന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഓർമ്മ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് യാത്രയിൽ ആധാർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ശ്രദ്ധിച്ചുമില്ല. കാരണം ഇതുവരെ എൻ്റെ കയ്യിൽ നിന്ന് അത് മിസ്സാകാറില്ല. കാരണം ഞാൻ അത്രയും കെയർഫുള്ളായിട്ടാണ് യാത്ര ചെയ്യണത്. എന്നാൽ ഞാൻ മറ്റെന്ത് മിസ് ചെയ്താലും ഇത് ID മിസ് ചെയ്യില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, രാവിലെ ചെക്കൗട്ട് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അതായത് ഹോട്ടലിൽ നിന്ന് ഇന്നലെ ശ്രദ്ധിക്കണില്ല, ഇന്ന് രാവിലെ ശ്രദ്ധിക്കണില്ല. കാരണം അവിടെ നിന്ന് കാപ്പി കുടിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ചെക്കൗട്ട് ചെയ്തിറങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും ആധാർ കാണാനില്ല. നിങ്ങൾ നോക്കണം, ചെക്കൗട്ട് ചെയ്തത് ഇപ്പോൾ ഫ്ലൈറ്റ് ടൈമിന് 3 മണിക്കൂർ മുമ്പേ ഞാൻ ചെക്കൗട്ട് ചെയ്തു. എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്ററിനടുത്തുള്ള ഹോട്ടലിലാണ് ഞാൻ താമസിച്ചത്. കാരണം കഴിവിൻ്റെ പരമാവധി നിങ്ങൾ എപ്പോഴും എയർപോർട്ടിൻ്റെ ലൊക്കേഷനിലുള്ള ഹോട്ടലിൽ താമസിക്കുക. ഇല്ലെങ്കിൽ ഇതുപോലെ ചില അബദ്ധങ്ങൾ വന്നാലും നമുക്ക് പിടിച്ചിരിക്കാൻ പാടായിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, രാവിലെ ഇപ്പോഴാണ് കണ്ടത്. ആ കുട്ടിയോട് ചോദിച്ചാൽ ആ കുട്ടി അവിടെയൊക്കെ നോക്കി ഹോട്ടലിൽ. കാരണം അവിടെ ഇഷ്ടംപോലെ ആധാർ ഇരിപ്പുണ്ട് ഇതുപോലെ മിസ് ചെയ്തിട്ട് പോകണത്. പക്ഷെ അത് നമുക്ക് മിസ് ചെയ്ത് പോകണ കുഴപ്പമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അങ്ങ് വീട്ടിലോട്ടാണ് പോകണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മളിതുപോലെ എയർപോർട്ടിലോട്ടൊക്കെ വരുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്. അപ്പോൾ അവർ കുട്ടിയെ നന്നായിട്ട് നോക്കി തിരിച്ച് വീണ്ടും റൂമിൽ പോയി നോക്കിയില്ല. അപ്പോൾ ഞാൻ പുറത്ത് പോയപ്പോൾ എൻ്റെ പേഴ്സിൽ നിന്ന് പോയതായിരിക്കണം. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന ആധാർ കാർഡ് നഷ്ടപ്പെട്ടാൽ എന്ത് പറ്റും എന്നാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത്. കാരണം ഞാൻ ആധാർ കാർഡ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്തു, ആധാർ കാർഡിൽ ഇന്നലെ ആ കുട്ടി കോപ്പി എടുത്തു, അതിൽ നിന്ന് ഫോട്ടോ എടുത്ത് ഇതിൽ വെച്ചിട്ട് പിന്നെ ടെൻഷനായി. കാരണം പിന്നെ 1/2 മണിക്കൂർ പോയി. പിന്നെ എയർപോർട്ടിൽ